നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിലേക്ക് കടന്നു. അതിൽ ഇത് സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നൗ ദ സെക്കൻഡ് സ്ട്രക്ചർ, ദ ഈഗോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈഗോനെ നമ്മളത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയാൻ കാരണം എല്ലാ കാര്യങ്ങളും, എല്ലാ പ്ലാൻ അല്ലെങ്കിൽ ആക്ഷൻസ്, എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ് ഈഗോ എന്ന് പറയുന്നത്. വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് എല്ലാ പ്ലാൻസ് അല്ലെങ്കിൽ എല്ലാ ആക്ഷൻസും അതെല്ലാം കൃത്യമായിട്ട് അത് നിറവേറ്റുന്ന അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ഈഗോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് ഈഗോനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോയിഡ് തന്നെ ഈഗോയിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈഗോ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഇറ്റ് വിച്ച് ഹാസ് ബീൻ മോഡിഫൈഡ് ബൈ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈഗോയിനെ ഫ്രോയിഡ് ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതെന്ന് പറയുന്നത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ബൈ ബർത്ത് ഉള്ള ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ലേറ്റർ ഓൺ ആ കുട്ടി ഡെവലപ്പ് ആകുന്ന അനുസരിച്ച് അത് എക്സ്റ്റേണൽ വേൾഡുമായിട്ട് എക്സ്പോഷറിലൊക്കെ വന്ന് എല്ലാ രീതിയിലും അതിങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൽ നിന്ന് തന്നെ ഈഗോ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ആവും. ഓക്കെ, അതാണ് ഫ്രോയിഡ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ ദാറ്റ് പാർട്ട് ഓഫ് ദി ഇതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്. വിച്ച് ഹാസ് ബീൻ മോഡിഫൈഡ് ബൈ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരുന്ന എക്സ്റ്റേണൽ വേൾഡിൻ്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വഴി ഇതിൽ നിന്ന് തന്നെ ഡെവലപ്പായി വരുന്ന ഒരു മോഡിഫൈഡ് പാർട്ടാണ് ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ആദ്യത്തെ ഒരു 5 ഇയേഴ്സിനുള്ളിലൊക്കെയാണ് ഈ ഒരു ഈഗോ ഡെവലപ്പ് ആയിക്കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ആദ്യമേ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പം ഭയങ്കര വാശിയായിരിക്കും, അവർ കരഞ്ഞ് ഏത് കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ പെട്ടെന്ന് തന്നെ സാധിക്കും. അവർക്കല്ലാതെ അറിയില്ല ഡിലേ ആകാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഈഗോ ഡെവലപ്പായി വരുന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സാധനം ഒരു പേരൻ്റ് ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കുന്നു, എന്തെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ടോയോ എന്തെങ്കിലും ഒരു സംഗതി ടേബിളിൻ്റെ പുറത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം കുട്ടി അത് എടുക്കത്തില്ല. പേരൻ്റ് നിൽക്കുന്ന സമയത്ത് അത് കുട്ടിയെ എടുക്കില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുന്നുള്ളത്, പേരൻ്റ് വഴക്ക് പറയും എന്നുള്ളത് കുട്ടിക്ക് അറിയാം. ഏതെങ്കിലും രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളത് കുട്ടിക്ക് അറിയാവുന്നത് കൊണ്ട് പേരൻറ്റിൻ്റെ മുന്നിൽ വെച്ച് കുട്ടി എടുക്കരുതെന്ന് പറഞ്ഞ സാധനം എടുക്കത്തില്ല. ഓക്കെ, ഇതെന്തുകൊണ്ടാണ്? അത് ഈഗോ ഡെവലപ്പ് ആയതിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഈഗോ ഡെവലപ്പ് ആയതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്. നേരെ മറിച്ച് പേരൻ്റ് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി അതിനെടുത്തുന്നിരിക്കും. ഓക്കെ, റൈറ്റ് ഓർ റോങ് അവിടെ ഡെവലപ്പായിട്ടില്ല. കുട്ടിയുടെ അവിടെ ഈഗോ ആണ് ഡെവലപ്പായി, ഇതിൽ നിന്ന് ഈഗോ മോഡിഫൈ ആയി വന്നിട്ടുണ്ട്, ഈഗോ സ്ട്രക്ചർ ഡെവലപ്പായി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്തൊരു സ്ട്രക്ചറിലേക്കൊന്നും അത് ഡെവലപ്പ് ആയിട്ടില്ല. റൈറ്റ് ഓർ റോങ് ഒന്നും കുട്ടിക്ക് ഇത് ശരിയാണോ തെറ്റാണോ, ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഞാനിങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളതൊന്നും കുട്ടിക്ക് മനസ്സിലാകാൻ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ പേരൻറ്റ് പറഞ്ഞു ഇത് എടുക്കാൻ പാടില്ല. അപ്പോൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് കുട്ടിക്ക് അറിയാവുന്നത് കൊണ്ട് പേരൻ്റെ മുന്നിൽ വെച്ച് കുട്ടി അത് എടുക്കില്ല. നേരെ മറിച്ച് പേരൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പേരൻ്റ് കാണാതെ കുട്ടി അത് എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കത്തില്ല, ഈഗോ ഡെവലപ്പ് ആയ ഒരാൾ. ഓക്കെ, ഈഗോ എന്ന് പറയുന്നത് റാഷണൽ മാസ്റ്റർ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. കോൺഷ്യസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്, റാഷണലാണ്, ലോജിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ആ ഒരു ഇതിനെയും സപ്രസ് ചെയ്തു അല്ലെങ്കിൽ അതിനെ ഈഗോ അങ്ങ്
നടത്തി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഒന്ന് മാറ്റി വെക്കും, ഒന്ന് ഡിലേ ആക്കുന്നു, അല്ലെങ്കിൽ റിയാലിറ്റിയുടെ ഡിമാൻഡ്സ് അനുസരിച്ച് അതിനെ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു. റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. അതായത് ഇത് തന്നെ, ഇപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ ഈഗോ അതപ്പോൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ നെഗറ്റീവ് കോൺസിക്വൻസസ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ അതവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ എക്സാമ്പിൾ എടുത്തത് അതുകൊണ്ടാണ്. അപ്പം പേരൻ്റ് എടുക്കലെന്ന് പറഞ്ഞ സംഗതി പേരൻ്റെ മുന്നിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ട്. എന്താണ്? പിന്നെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് അവിടെ കിട്ടും. നേരെ കുറച്ച് പേരൻ്റ് ഇല്ലാത്തപ്പോൾ അവിടെ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടോ? ഇല്ല. പേരൻ്റ് കാണാതെ അത് എടുക്കും. അപ്പോൾ ഒന്ന് ഡിലേ വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് മാറ്റിക്കൊണ്ട്, റീഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈഗോയുടെ ഒരു റിയാലിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ റിയാലിറ്റി പ്രിൻസിപ്പിളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തി നെഗറ്റീവ് കോൺസിക്വൻസസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈഗോയുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അവിടെ സെക്കൻഡറി പ്രോസസ് തോട്ടാണ് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇത് ഫങ്ഷൻ ചെയ്യുന്നത് പ്രൈമറി പ്രോസസ് തോട്ടാണ് അല്ലേ. ഈഗോയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ സെക്കൻഡറി പ്രോസസ് തോട്ട് ഡെവലപ്പ് ആകും. കുറച്ചുകൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ റാഷണലി എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് സെക്കൻഡറി പ്രോസസ് തോട്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ രീതി തന്നെ അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് കോൺസിക്വൻസസ് ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കുക, വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറച്ചുകൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള വേയിൽ. ഇപ്പോൾ ഇവിടെ തന്നെ ഈഗോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസിൽ ഇരിക്കുകയാണ്. ഇതൊരുപാട് നീണ്ടുപോയെന്നിരിക്കട്ടെ. മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ കോൺഫറൻസ് ഒരുപാട് നീണ്ടുപോയി, ലഞ്ചിൻ്റെ സമയമൊക്കെ ആയി, മീറ്റിംഗ് തീരുന്നില്ല. വിശപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ്, ഒരു രക്ഷയില്ലാത്ത വിശപ്പ് കൂടിയിട്ട് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സത്യം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുക. അത്രയ്ക്ക് വിശപ്പ്, കോൺസെൻട്രേഷനൊക്കെ പോയി തുടങ്ങി, അറ്റൻഷനൊക്കെ പോയി തുടങ്ങി. അപ്പം ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ഏർജുണ്ട്. ആരുടെ ഏർജാണത്? നമ്മുടെ ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും പോയി കഴിക്കാമെന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഈഗോ ഡെവലപ്പ് ആകാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇത് മാത്രം വർക്ക് ഫങ്ഷൻ ചെയ്യുന്ന ഒരാളെന്ത് ചെയ്യുക? അവിടെ നിന്ന് മറ്റേടിക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അവിടെ നെഗറ്റീവ് കോൺസിക്വൻസസ് വരും. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മീറ്റിങ്ങോ കോൺഫറൻസോ ഒക്കെ ആണെങ്കിൽ നമ്മളതിന് എന്താ പറയുക, റെസ്പോൺസിബിളാണ്. അവർക്ക് മറുപടി ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്തതെന്നൊക്കെയുള്ള ആ മിസ്ബിഹേവിയറിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഈഗോ ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈഗോ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പ്രൈമറി പ്രോസസ് തോട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഡ്രീം ചെയ്ത് അല്ലേ, ഇങ്ങനെ ഒരു ഫാൻറ്റസി വേൾഡിൽ കഴിക്കുന്നതൊക്കെ സമാധാനപ്പെട്ട് തൽക്കാലം ഇങ്ങനെ ഇരിക്കും. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ നേരത്തെ ആ ഫാൻറ്റസി വേൾഡിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സംഗതി നമ്മൾ മേടിച്ച് കഴിക്കും അല്ലേ. അങ്ങനെ നമ്മളുടെ ആ ഒരു ഏർജ്, ഹങ്കർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ, ആ ഒരു സ്റ്റിമുലസിനെ, ആ ഒരു ഏർജിനെ നമ്മൾ, ആ ഒരു നീഡ്, ആ ഒരു ടെൻഷൻ അവിടെ റെഡ്യൂസ് ചെയ്യിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈഗോ ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചാടി കയറി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ആകെപ്പാട് പ്രശ്നങ്ങളാവും, നമ്മൾ സമാധാനം പറയേണ്ടി വരും, ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഈഗോ ഡെവലപ്പ് ആയ ഒരാൾ തൽക്കാലം ആ മീറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൈമറി പ്രോസസ് തോട്ടിലൊക്കെ ഇങ്ങനെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് താൽക്കാലിക സമാധാനമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറങ്ങുന്നു. നമ്മൾ പോയി ശരിക്കും അതായത് അവിടെ വരുന്നത് സെക്കൻഡറി പ്രോസസ് തോട്ടാണ്. നമ്മളത് ആ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ ഹങ്കറിനെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയാണ് ഈഗോ ഡെവലപ്പ് ആയ ഒരാൾ. ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് റിയാലിറ്റി. ഇങ്ങനെ ഇതിന് വിരുദ്ധമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കോൺസിക്വൻസ് വരും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നെഗറ്റീവ് കോൺസിക്വൻസിനെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മളെ സോഷ്യലി ഫിറ്റാക്കുന്ന രീതിയിൽ, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ആളാണ് ഈഗോ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഈഗോയിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്കിതിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറിയുടെ തന്നെ ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെന്താണ് ഈ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി തന്നെ കഴിഞ്ഞിട്ടില്ല. ഇതും അതിന് മുന്നേ ഉള്ള ഇപ്പോൾ ഈ ഈഗോയ്ക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഇതിന് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ യഥാർത്ഥത്തിൽ ദിനേശൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഈഗോ ഇനി നമുക്ക് സൂപ്പർ ഈഗോ ഡിസ്കസ് ചെയ്യണം അല്ലേ. സൂപ്പർ ഈഗോയിലേക്ക് വരുമ്പോഴാണ് റൈറ്റോ റോങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം ഫ്രോയിഡ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്താൽ മാത്രമേ നമുക്ക് സൈക്കോ അനാലിറ്റിക് തിയറി അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈഗോ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈഗോ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.